ബിടെക് ഓൺലൈൻ ലേണിംഗ് ആപ്പിന്റെ ബിടെക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സെമസ്റ്റർ 3ക്ക് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ്. കമ്പ്യൂട്ടർ സയൻസുകാർക്കുള്ളതാണ്. അവർക്ക് ബന്ധപ്പെട്ട കോഴ്സിൽ അവർക്ക് തന്നിരിക്കുന്ന സിലബസ് പ്രകാരം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കുറച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിൻ്റെ കണ്ടിന്യൂസ് കേസാണ്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസും വിവിധ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. കൂടാതെ എങ്ങനെയാണ് അതിൻ്റെ മീനും വേരിയൻസും ഫൈൻഡ് ചെയ്യുന്നതും കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾസ് ആണ്. ഫസ്റ്റ് എന്താണ് റാൻഡം വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദ്യം ഒരു വേരിയബിൾ എങ്ങനെയാണ് റാൻഡം വേരിയബിൾ ആകുന്നത്, അതാണ് നമുക്ക് പറയേണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ. നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഡെഫിനിഷൻ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ഡെഫിനിഷനാണ്. അതായത് ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി അസോസിയേറ്റഡ് വിത്ത് ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേരിയബിൾ ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾസ്. സാധാരണ രീതിയിൽ ഈ ടേമുകളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്താണ് വേരിയബിൾ ക്വാണ്ടിറ്റി എന്നും വേരിയബിൾ ക്വാണ്ടിറ്റി, ഔട്ട്കം, റാൻഡം എക്സ്പെരിമെന്റ്, ഇതൊക്കെയാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. വേരിയബിൾ ക്വാണ്ടിറ്റി മീൻസ് എക്സ് അല്ലെങ്കിൽ വൈ എന്നാണ് വേരിയബിൾസുകൾ എന്ന് വിളിക്കുന്നത്. ആ വേരിയബിൾസ് ഏതെങ്കിലും വാല്യൂസ് അസ്യൂം ചെയ്യുമ്പോഴാണ് അതിന് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്കം എന്ന് പറയുന്ന ടേം നമ്മൾ അറിഞ്ഞിരിക്കണം. ഔട്ട്കം എന്ന് പറയുന്ന ടേം, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ടേമും അറിഞ്ഞിരിക്കണം. എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെന്റ്? രണ്ട് ഡെഫിനിഷൻസ്, രണ്ട് രീതിയിൽ പറയാം. എക്സ്പെരിമെന്റ് ഉണ്ട്, റാൻഡം എക്സ്പെരിമെന്റും ഉണ്ട്. എക്സ്പെരിമെന്റ് ഉണ്ട്, റാൻഡം എക്സ്പെരിമെന്റ് ഉണ്ട്. എക്സ്പെരിമെന്റ് എന്താണ്? നമ്മൾ സാധാരണ സ്കൂൾ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ +1 +2 ക്ലാസ്സുകളിൽ, നമ്മുടെ സയൻസ് ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രിയുടെ ഒക്കെ ലാബ് എക്സ്പെരിമെന്റുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ എക്സ്പെരിമെന്റ് ആണ്. അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പെരിമെന്റ് അല്ല. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് സാധാരണ നമ്മുടെ ഫിസിക്കൽ സയൻസ് എക്സ്പെരിമെന്റുകളെയാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം ഞാൻ പറയുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് റാൻഡം എക്സ്പെരിമെന്റ് ആകുന്നത്. അതായത് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കംസ്, ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടാവണം. ഒരു എക്സ്പെരിമെന്റ് റാൻഡം എക്സ്പെരിമെന്റ് ആകണമെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഔട്ട്കം കനോട്ട് ബി പ്രഡിക്റ്റഡ് ഇൻ അഡ്വാൻസ്. അതായത് മുൻകൂട്ടി നമുക്ക് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയരുത്. അങ്ങനെയാണ് അതിന് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം, മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. ഔട്ട്കം ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയരുത്. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് പറയാം. നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്തു, ടോസിങ് എ കോയിൻ. നിങ്ങളുടെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? ഔട്ട്കം എന്ന് പറയുന്നത് കിട്ടുന്ന റിസൾട്ടുകൾ, പോസിബിൾ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന് കിട്ടുന്ന റിസൾട്ടുകളെ വിളിക്കുന്ന പേരാണ് ഔട്ട്കം. അപ്പോൾ ആ ഔട്ട്കമിന്റെ ഡെഫിനിഷനായി നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകളെ വിളിക്കുന്ന പേരാണ് ഔട്ട്കം. ഓക്കെ. ടോസിങ് എ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഔട്ട്കംസ് ഉണ്ട്, ഹെഡും ടെയിലും. ഓക്കെ. ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട്, ഔട്ട്കം കനോട്ട് ബി പ്രഡിക്റ്റഡ് ഇൻ അഡ്വാൻസ്. ഔട്ട്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് നിങ്ങൾക്ക് ഒരു കാരണവശാലും മുൻകൂട്ടി പറയാൻ കഴിയില്ല അത് കിട്ടുന്നത് ഹെഡ് ആണോ അല്ലെങ്കിൽ ടെയിലാണോ. അത് വന്ന് വീണതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അത് ഹെഡ് ആണ് അല്ലെങ്കിൽ ടെയിലാണെന്ന് പറയാൻ കഴിയത്തുള്ളൂ. സോ ഇതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. സോ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്പെരിമെന്റും റാൻഡം എക്സ്പെരിമെന്റും. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി അസോസിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾ. എങ്ങനെയാണെന്ന് പറയാനാണ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാനാണ്. ആ എക്സാമ്പിൾ അനുസരിച്ച് നിങ്ങളിവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ്
ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്ത ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഹെഡ് കിട്ടുന്നുണ്ട്, ടെയിൽ കിട്ടുന്നുണ്ട്, ഹെഡും കിട്ടുന്നുണ്ട്, ടെയിൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾക്ക് കിട്ടിയ ഔട്ട്കംസ്. ഈ ഔട്ട്കംസിനെ നമ്മളൊരു കോമ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേര് സാമ്പിൾ സ്പേസ് എന്നാണ്. സാമ്പിൾ സ്പേസ് ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എസ് എന്നാണ്. ഒന്നുകൂടെ പറയാം, നമുക്ക് കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടിയ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് ഹെഡും ടെയിലുമാണ്. ഹെഡിനെയും ടെയിലിനെയും കോമയിട്ട് തിരിച്ചിട്ട് ബ്രാക്കറ്റിൽ എഴുതിയാൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിലെ ഓരോ മെമ്പേഴ്സിനെയും വിളിക്കുന്ന പേര് സാമ്പിൾ പോയിന്റ് എന്ന് പറയും. സാമ്പിൾ പോയിന്റ് ഇത് നമ്മുടെ +2 പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ്. അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്ത റാൻഡം എക്സ്പെരിമെന്റ് ഇവിടെ എടുക്കുകയാണ്. അതായത് ഹെഡും ടെയിലും കിട്ടിയതാണ് നമ്മുടെ റിസൾട്ടുകൾ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എടുത്തു. എക്സ് ഈസ് എ വേരിയബിൾ. എക്സ്, വൈ ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഏത് വാല്യൂസും അസ്യൂം ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾസ്. നമുക്ക് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസുകളെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നതാണ് ഞാൻ വേരിയബിൾ ആയിട്ട് എടുത്തത്. ഇവിടെ ചെയ്ത പരിപാടി എക്സിന് 1 എന്ന് കൊടുത്തു. ഇനി എക്സ് എന്ന് വിളിക്കത്തില്ല, എക്സ് = 1. അതായത് ഹെഡാണ് നിങ്ങൾക്ക് കിട്ടുന്ന കേസിലെല്ലാം എക്സ് = 1 ആണ് നമ്മുടെ വാല്യൂ. നമ്മൾ വേരിയബിൾ ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് ആ വേരിയബിൾ അസ്യൂം ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അത് എപ്പോഴാണ്? ഹെഡാണ് കിട്ടിയതെങ്കിൽ. ഹെഡ് കിട്ടുമ്പോൾ നമ്മൾ ആ വേരിയബിൾ അസ്യൂം ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇഫ് ദ ഔട്ട്കം ഈസ് ഹെഡ്, എക്സ് = 1. ഇനി ഔട്ട്കം ടെയിലാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്തപ്പോൾ കിട്ടിയെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ എക്സ് = 2 എന്ന് കൊടുത്തു. എക്സ് = 2 എന്ന് കൊടുത്തു. ദ ഔട്ട്കം ഈസ് ടെയിൽ. സാധാരണ 2 എന്നോ 0 എന്നോ എഴുതാം. ഇത് 0 ആണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് ടോസിങ് എ കോയിൻ കിട്ടും. നമുക്ക് റിസൾട്ട് ഹെഡും ടെയിലുമാണ്. ഞാനൊരു വേരിയബിൾ കൊണ്ടുവരുന്നു. ആ വേരിയബിളിനെ എക്സ് എന്ന് വിളിക്കുന്നു. ഹെഡ് കിട്ടുമ്പോഴെല്ലാം എക്സ് = 1. അതായത് എക്സ് = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഞാൻ കോയിൻ ടോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്കം റിസൾട്ട് എന്ന് പറയുന്നത് ഹെഡ് ആണെന്നാണ്. എക്സ് = 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഞാൻ കോയിൻ ടോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ടെയിലാണ്. സോ ഒരു വേരിയബിളിനെ ഒരു ക്വാണ്ടിറ്റി, ഒരു നമ്പർ കൊടുത്ത് അസ്യൂം ചെയ്ത് നമ്മളുടെ റാൻഡം എക്സ്പെരിമെന്റുകളെ ആ വേരിയബിൾ ക്വാണ്ടിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അത്തരം വേരിയബിൾ ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സാധാരണ രീതിയിൽ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? പ്രോബബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് in A divided by total number of sample points in S. Number of sample points in A divided by total number of sample points in S ആണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ ഇവന്റ് എന്താണ്? ഇവന്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസുകളുടെ സാമ്പിൾ സ്പേസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ്. സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഇവന്റ്. അപ്പോൾ ഞാൻ ഈ പ്രോബബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെയാണ് ഇവന്റ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താ? സാമ്പിൾ സ്പേസ് ആണ് ഇത്. സാമ്പിൾ സ്പേസിന്റെ ഇതിന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാ? ഹെഡ് ഒരു സബ്സെറ്റ് ആണ്, ടെയിൽ ഒരു സബ്സെറ്റ് ആണ്, ഹെഡ് അതിന്റെ ഒരു സബ്സെറ്റ് ആണ്, ടെയിൽ ഒരു സബ്സെറ്റ് ആണ്, ആ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്, എംപ്റ്റി സെറ്റ് ഒരു സബ്സെറ്റ് ആണ്. ഏത് സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് എംപ്റ്റി സെറ്റും വരും. അപ്പോൾ ഹെഡ് മാത്രമായിട്ട് ഒരു സബ്സെറ്റ് ആകും. അതായത് ഹെഡ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു സബ്സെറ്റ് ആണ്. ടെയിൽ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു സബ്സെറ്റ് ആണ്. സബ്സെറ്റ് ആകുമ്പോൾ ആ സെറ്റിന്റെ നൊട്ടേഷൻ കൊടുക്കണം. എംപ്റ്റി സെറ്റ് കൊടുക്കുക, ഫുൾ സെറ്റ് എസ്, ഇതെല്ലാം അത് ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ ഇതൊരു ഇവന്റ് ആകാം, ഇതൊരു ഇവന്റ് ആകാം. അപ്പോൾ ഇവന്റ് നമുക്ക് പറഞ്ഞതനുസരിച്ച് ഇനി നമ്മുടെ റിസൾട്ട് പറഞ്ഞ് പ്രോബബിലിറ്റി ഓഫ് ഹെഡ് കിട്ടാനുള്ളത്, ഹെഡ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എത്ര വാല്യൂസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഇൻ എസ് എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഇൻ ഇവന്റിൽ എത്ര ഉണ്ട്? ഒരെണ്ണല്ലേ ഉള്ളൂ, 1/2. പ്രോബബിലിറ്റി ഓഫ് ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എന്താ? അത് ഇതുപോലെ എന്താണ്? 1/2 ആണ് കിട്ടുന്നത്.
ഇതാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ ബിടെക് ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കില്ല, ഇങ്ങനെ പറയില്ല. ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് ആ വേരിയബിളുമായിട്ട് വിളിച്ചു പറയും. നമ്മൾ x = 1 എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? x = 1 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് അവിടെ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡാണ് കിട്ടിയെന്നാണ് പറയുന്നത്. ഹെഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പ്രോബിലിറ്റി ഓഫ് x = 1. അതായത് x = 1 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം അത് ഹെഡാണെന്ന്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഹെഡ് എന്താ? അതിൻ്റെ പ്രോബിലിറ്റി എന്താ? 1/2. x = 0 എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് എന്താണ്? ടെയിലാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്താ? അതെന്താണ്? 1/2 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി പറയുന്നത്. ഇത് അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ പ്രോബിലിറ്റി. ഇതാണ് റാൻഡം എക്സ്പെരിമെൻറ്റും അതിൻ്റെ ബേസിക് എക്സാമ്പിൾ, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ബേസിക് എക്സാമ്പിൾസും ചേർത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും അതിൻ്റെ ഒരു ഔട്ട്കമ്മിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി പറയാൻ പറ്റുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾ. സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇതിന് ക്ലാസിക്കൽ ഡെഫിനിഷൻസുകൾ വേറെ ഉണ്ട്. നല്ല ഡെഫിനിഷൻസുകളുണ്ട്. ഏറ്റവും എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ് കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ x = 1 ഇഫ് ദ ഔട്ട്കം ഈസ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ x = 1 എന്ന് വിളിക്കുന്നു. ടെയിൽ കിട്ടുകയാണെങ്കിൽ x = 0 എന്ന് വിളിക്കുന്നു. അതിൻ്റെ പ്രോബിലിറ്റീസും പറഞ്ഞു. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇപ്പം വേരിയബിൾ എന്ന് പറയുന്നതും റാൻഡം വേരിയബിൾ എന്താണെന്ന് ഒരു ഏകദേശ ധാരണയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൽ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്.